ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് പോയ 3 പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ആറാട്ടണ്ണൻ, ഇത് റോമ. ആറാട്ടണ്ണന്റെ വീഡിയോ വൈറലായത് ഞാൻ കണ്ടു. ഞാൻ പോയിട്ട് ആരും വീഡിയോ എടുത്തോ വൈറലാവോ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ പെരേര ഡാൻസും കണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ വൈറലായ ഒരാളാണിത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നു. ആ ഡ്രസ്സിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് വെള്ളമോ എന്തോ എങ്ങനെയാ പറ്റിയല്ലേ? അതെ, വെള്ളമല്ലായിരുന്നു ആക്ച്വലി. അത് എന്താ പറയാ, ഒരു സിൽക്കി ടൈപ്പ് ആയതുകൊണ്ട് ഗ്ലെയർ അടിച്ചതാണ്. അപ്പൊ അതിന് എന്താ പറയാ, ഒരു ലൈക്ക് മൂത്രം ഒഴുകി പോയിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ഒരു കമന്റ്സ് ആയിരുന്നു അത്. ആരാണ് കണ്ടാ ഇവിടെ ഇങ്ങനെ ഈ പുള്ളിക്കാരി അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. ആദ്യം ഷിയാസ് കരീമിന്റെ അവിടെ വെച്ചാ നേരിട്ടുണ്ട് പരിചയപ്പെട്ടോ? കണ്ടപ്പോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ ഞാൻ നമ്പറിൽ കൊടുത്തു, അവിടെ പരിചയപ്പെട്ടോ. അതിന് മുമ്പ് ഇവർക്ക് എന്നെ അറിയൊന്നുമില്ല. ഇല്ല, ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ആരെയും കണ്ടില്ലെന്ന് തോന്നുന്നു. അവിടെ ആകെ ഒരാളെ കണ്ടുള്ളൂ. അപ്പോഴേ ഞാൻ സ്ഥലം വിട്ടാണ്. സിദ്ദിഖിന്റെ മോനാന്ന്. അവര് യെല്ലോ ഡ്രസ് ഇട്ടാ ആ പെരേര ഡാൻസിന് വൈറലായിട്ടുണ്ട്. ഡാൻസ് ചെയ്തു. ആക്ച്വലി പെരേരാന്ന് എനിക്കിപ്പോഴും അറിയില്ല. വേദി ഡാൻസ്, ഐ മീൻ ലൈക് പാട്ട് എവിടെ കണ്ടാലും ഞാൻ അവിടെ കയറി ഡാൻസ് കളിക്കാറുണ്ട്. ഐ എം സോ ക്രേസി ഓഫ് ഡാൻസിങ്. അങ്ങനെ ഇത് ഇത്രത്തോളം വൈറലാവുന്നോ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ എത്തിപ്പെടുന്നോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എങ്കിലൊരു പാട്ടിടും, നമുക്ക് ഡാൻസ് കളിക്കാം. ആറാട്ടൻ നല്ല ഡാൻസറാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ പുറത്ത് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആറാട്ടന്റെ. ഷിയാസ് കരീമിനെ അറിയോ? പിന്നെ അറിയാതെ ആരെങ്കിലും കല്യാണത്തിന് പോവോ? താൻ എന്തോട് ചോദിക്കുന്നത്? ട്രോൾ ആയിക്കോളൂ. ഞാൻ എന്താ പറഞ്ഞു വന്നാ? എന്തോ പറഞ്ഞു വന്നല്ലേ, ഇടയ്ക്ക് കയറി എന്തോ പറഞ്ഞു. അത് പറ. അല്ല പറയണോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ വൈറലായി, പുള്ളിക്കാരി ഒരു ഡ്രസ്സിന്റെ പേരില് ഭയങ്കര സൈബർ ബുള്ളിങ്ങും ഹരാസ്മെന്റും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുക. ഇതേ സാധനമല്ലേ ആറാട്ടനും കിട്ടുന്നത്? ആറാട്ടൻ എന്തിനും പറയുമ്പോഴാ കിട്ടുന്നത് എന്നുള്ള വ്യത്യാസമുണ്ട്. ഇവർക്ക് വ്യത്യാസമുണ്ട്. ഇവരുടെ വളരെ വൾഗർ രീതിയിലേക്ക് പറയണം. സ്ത്രീകളാകുമ്പോൾ അവരുടെ വൾഗർ രീതിയിലേക്ക് പറയണം. എന്നെ പച്ചക്ക് തെരുവിളിയാണ്. ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായപ്പോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് അങ്ങനെ പ്രത്യേക എക്സ്പീരിയൻസ് ഒന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്തായാലും ലൈക് പോസിറ്റീവും നെഗറ്റീവ് സൈഡ് രണ്ടും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ ഞാനത് ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുത്തു, ഇത്രയേ ഉള്ളൂ. അല്ല, എന്നാലും നമ്മള് ഇത് ഫീൽഡിൽ ഇറങ്ങിയൊന്നും അല്ലല്ലോ. ഇത് സത്യത്തിൽ നമ്മളൊരു ഫംഗ്ഷന് പോയി വളരെ കൾച്ചേർഡ് ആയിട്ടും മാനേഡ് ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്ന അവിടെ പോയി. നമ്മൾ ആരും അലമ്പുണ്ടാക്കാൻ പോകുന്നൊരുന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു ക്യാമറ അതുവഴി പോകുമ്പോ ഇത് ഇങ്ങനെയൊക്കെ എന്തോ ഒരു ഗ്ലെയർ അടിച്ചത് കൊണ്ടോ ഒക്കെ ഒരു ഡ്രസ്സിന്റെ പേരിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലേ? എനിക്ക് ആദ്യമായിട്ടോ ഇങ്ങനെ കണ്ടത്. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് കണ്ടിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റിക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര് ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളതാ? അതിനെപ്പറ്റി ചോദിച്ചാൽ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വന്നുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ആറാട്ടണ്ണനും ചെകുത്താൻ നിങ്ങളുടെയും കൂടെ ഇരുന്ന ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ എനിക്ക് അല്ലേ ഇങ്ങനെ. അത് വേശ്യമാണല്ലോ, മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യമാണ്. പെണ്ണുങ്ങളുടെ എന്തെങ്കിലും വരുമ്പോഴേക്കും ഇങ്ങനെ വൾഗറായിട്ട് ഇരുന്നോ? ഈ കഴിഞ്ഞിടയ്ക്ക് വേറെ ആണ്ട് ഇതുപോലെ സംഭവിച്ചല്ലോ. ഏതൊരു നടി ഏതൊരു ചെറിയൊരു ക്ലിപ്പ് മാത്രം മറ്റേ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ കനികുസൃതിയുടെ ഒക്കെ എന്തോ ഒരു സിനിമ ഉണ്ടാകുന്നത്. അതിനകത്തൊന്നും ഇതുപോലത്തെ ഒരു വിഷ്വൽ മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരുടെ കിടന്ന് മരിക്കുന്നുണ്ടാകും. അപ്പൊ ഇതൊരാളെ ഹരാസ് ചെയ്യാൻ കിട്ടുന്നൊരു ചാൻസ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവര് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാര് അല്ലേ മോശം കമന്റ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? അതാണ് നടക്കാത്ത കാര്യം. എല്ലാം നമ്മൾ വീഡിയോ പറഞ്ഞാൽ ചിലപ്പോൾ ആക്ഷൻ എടുക്കും. പക്ഷെ ഇത്രയും കമന്റ്സ് ഇടുന്നതിന് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ ശരിക്കും ചെയ്യുന്നോണ്ടിരിക്കുന്നത് പ്രൊഫഷണലി? ഞാൻ സുംബ ട്രെയിനറാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഭിന്നശേഷി കുട്ടികളുടെ ഫാഷൻ ഇവന്റ്സും ഫാഷൻ ഷോ, അവരുടെ കൾച്ചറൽ ആക്ടിവിറ്റീസ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. താൻ കണ്ടിട്ടുണ്ടോ ഭിന്നശേഷിക്കാരുടെ വീഡിയോസ്? കണ്ടു. എനിക്ക് ഇവർ അത്ര ജെന്യൂൻ ആയിട്ട് തോന്നിയില്ല. എന്തുകൊണ്ട് ജെന്യൂനായി തോന്നിയില്ല? ഇവര് സാധാരണ സോഷ്യൽ സർവീസിന് വളരെ ലൈഫ് സ്റ്റൈൽ വളരെ സിമ്പിളായി, ഇവരുടെ വളരെ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ ഇത് രണ്ടും കൂടി എങ്ങനെ കൊണ്ടുപോകുന്ന അറിയില്ല.
അല്ല ആറാട്ടണ്ണനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് അവിടെ വെച്ചിട്ടല്ല ആദ്യം കാണുന്നത്. അപ്പൊ ഞാൻ ലക്ഷറി സ്റ്റൈലിലാണ് എന്നുള്ളത് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ലൈക്ക് എങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഡാൻസ് ചെയ്യാൻ കുറച്ചൊരു വേറെ ലെവലാണല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ സോഷ്യൽ പണ്ട് എക്സെപ്ഷനുണ്ട്. മറ്റേ പ്രിൻസസ് ഡയാന അല്ല വളരെ ലക്ഷറീസ് ആണെങ്കിൽ അവർ ഒരുപാട് സോഷ്യൽ സർവീസ് ചെയ്യാം. സാധാരണ നമ്മൾ സോഷ്യൽ സർവീസ് പറയുമ്പോൾ മദർ തെരേസ അങ്ങനെയൊക്കെയാകും. അങ്ങനെ വേണം. ഓഹോ, അങ്ങനെ ഒരാള് എന്തെങ്കിലും ഒരു ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് വേറെ ഇങ്ങനത്തെ ഡ്രസ് ഇടാൻ പാടില്ല, ഫാഷൻ സെൻസ് ഉണ്ടാവാൻ പാടില്ല. സിമ്പിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഡ്രസ് ഇടുന്നതാണോ കുഴപ്പം? അല്ലെ ഡാൻസ് കളിക്കുന്ന പ്രശ്നമാണെന്നാണോ ആരൊക്കെ പറയുന്നത്? സോഷ്യൽ സർവീസ് മദർ തെരേസ അവരുടെ പേരൊക്കെയാണ് ആ ലെവലിലാണ് ഞാൻ ചിന്തിച്ചത്. പഴയ ഇന്ത്യ അറിയില്ല. അല്ല, എനിക്ക് ആക്ച്വലി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആ ഒരു മെന്റാലിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പൊ സോഷ്യൽ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും ലൈക്ക് ഭയങ്കരമായിട്ട് ഒതുങ്ങി നടക്കണം അങ്ങനത്തെ ഒരു ഇതില്ല. ഒരു വേഷത്തിലോ അല്ലെങ്കിൽ സിമ്പിൾ അല്ലേ, നമ്മളിപ്പോ ഒരു ഡാൻസ് കളിച്ചു വരും അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു വെസ്റ്റേൺ ആയി നടന്നു, അത് അങ്ങനെയല്ല നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നത്. പ്രിൻസസ് ഡയാന അവര് മോഡേൺ ആണെങ്കിൽ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളെ. അപ്പൊ അങ്ങനെ സോഷ്യൽ വർക്കിന് മറ്റേ ഡ്രസ് കോഡ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. രാത്രി സമയത്ത് ഇറങ്ങി നടക്കുന്ന പെൺപിള്ളേരൊക്കെ മോശക്കാരാന്നൊക്കെ പണ്ട് PC ജോർജ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്ന പെൺപിള്ളേർ, അതായത് 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ മോശക്കാരിയാന്നൊക്കെ പറഞ്ഞു PC ജോർജ് പറഞ്ഞു. താനല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അമ്മാവൻ സാധനമാണ് താനിപ്പോ പറഞ്ഞത്. അല്ല, ഞാൻ ഉദ്ദേശിച്ച മദർ തെരേസ അങ്ങനത്തെ ആൾക്ക് അവരായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാണ്. അല്ലാതെ ഇനി കുറച്ചു നേരത്തേക്ക് റെസ്റ്റ് എടുക്കും, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും മദർ തെരേസ ഞാൻ ഉദ്ദേശിച്ച മദർ തെരേസ ആ സ്റ്റൈലാണ്. ശരിയാക്കിയിട്ട് അല്ല, ഇത് പഴയ ചിന്താഗതിയാ. ഏത് പഴയത്? അല്ല, ഞാൻ ഉദ്ദേശിച്ച മദർ തെരേസ അങ്ങനത്തെ ആൾക്കാരെ കമ്പയർ ചെയ്ത് പറഞ്ഞ. അങ്ങനെ പറയാൻ അങ്ങനെയാണോ പറയേണ്ടത്? ഇത് ഒരാളൊരു മനുഷ്യനെ സഹായിക്കുന്ന കാണുമ്പോൾ ഉടനെ ഡ്രസ് ഇട്ടാണോ നോക്കുന്നത്? താനപ്പോ എന്തോ കണ്ടത് അവിടെ പോയിട്ട്? പ്രിൻസസ് ഡയാന വളരെ മോഡേൺ എടുക്കുന്ന ആളാണ്. താനൊരു ഒരാളവിടെ ഇങ്ങനെ ഒരു ഷോ നടത്തുമ്പോ താൻ പറയുകയാണ് അവര് ഫാഷനാണ്, അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണോ പറയുന്നത്? അല്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടുകണ്ട ഞങ്ങള് ചുമ്മാ ഞാൻ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ട് ഞാൻ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച അമ്മാവ സെൻട്രോ ഇപ്പൊ അങ്ങനെ തന്ത വൈവ് എന്നൊക്കെ പറയത്തില്ലേ? ഇനി എന്താ പറയണ്ടേ? ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വർത്താനം പറയും. ഞങ്ങൾക്ക് അങ്ങനെ ആള് ഗസ്റ്റ് ഉണ്ടോ ശ്രദ്ധിക്കാറില്ല, പരിസരവും ശ്രദ്ധിക്കാറില്ല. പുള്ളിക്കാരത്തിന്റെ പേര് റോമ ആക്ട്രസ് പറഞ്ഞ ആക്ട്രസ് ലൈൻ അറിയോ? റോമ ആക്ട്രസ് ഉണ്ടാകും, ചോക്ലേറ്റ് ലവ്. അതേപോലെ പേര് അത് സിന്ധിയ, രണ്ടുപേരും സിന്ധിയാണ്. രണ്ടുപേരും ചെന്നൈയിലെ ജനിച്ച ഒരു ബന്ധമുണ്ടോ റോമയായിട്ട്? അയ്യോ, അങ്ങനെ ബന്ധമൊന്നുമില്ല. പിന്നുണ്ടോ? സിസ്റ്റർ ഉണ്ട്, പക്ഷെ അങ്ങനെ ബന്ധമൊന്നുമില്ല. റോമയായിട്ട് ഒരുപാട് ചെല്ലായിട്ട് തോന്നി എനിക്ക്. ശരിയാ, ഞാനിപ്പോ കണ്ടപ്പോ പറഞ്ഞപ്പോഴാ പേര് പറയുന്നു. പേരും റോമ. ഞാൻ വെച്ചിട്ട് പഴയ റോമ അല്ല വേറെ. ജനിച്ചത് ചെന്നൈയിലാണെങ്കിലും പഠിച്ചു വളർന്നതൊക്കെ കേരളത്തിലാണ്. ഈ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഫിറ്റ്നസ് പറഞ്ഞാൽ ഈ ആക്ച്വലി ഞാന് മാരേജ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ഐ മീൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അങ്ങനെ എനിക്ക് പണ്ട് ഞാൻ ഡാൻസ് ഫീൽഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയാ, സുംബ വർക്ക്ഔട്ട് ചെയ്തു, സുംബ ലൈസൻസ് എടുത്തു, പിന്നെ ട്രെയിനറായി. അങ്ങനെ സുംബ ഇവന്റ്സും ക്ലാസ്സസും ഒക്കെ ചെയ്തോണ്ടിരിക്കും. അവിടെ വേറെയും കുറെ കൊറിയോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അന്ന്. നമ്മുടെ എന്താന്നു ഐസ്ക്രീം ഉണ്ടല്ലോ മോഹൻലാലിനെ, കല്യാണത്തിനാണ്. അയാളെ കണ്ടാണോ? ജോബിൻ കിവിയുടെ. അപ്പൊ അയാളെ ഞാൻ കണ്ട പണ്ട് ഒരു പ്രാവശ്യം ശരണമാനെ വെച്ച് കണ്ടപ്പോ പുള്ളി പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി പോയി നിങ്ങൾ അങ്ങനെ പറഞ്ഞത്. ആ വീഡിയോ ഒത്തിരി ട്രോളിയില്ലേ? ഞാൻ ആദ്യം ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഡാൻസ് മാസ്റ്റർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, മോഹൻലാലാ ചെയ്യാത്തത്. അയാൾ വിഷമിച്ച് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അയാളെ കണ്ടു. പിന്നെ വേറെ ആരാ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വേറെ ആരെ കണ്ടില്ല, എനിക്ക് അറിയത്തില്ല കൂടുതലും. പിന്നെ കുറെ മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി പേഴ്സണലി അവിടെ ആരെയും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ ഷിയാസിനെ എങ്ങനെ പരിചയം? ഷിയാസിനെ ഒരുപാട് വർഷം മുമ്പ് ഒരു ഇവന്റില് ഗസ്റ്റ് ആയിട്ട് വന്നതായിരുന്നു ഷിയാസ്. അങ്ങനെ ഷിയാസ് മെമന്റോ തരാൻ വേണ്ടി സ്റ്റേജിൽ കയറി, അങ്ങനെ അന്ന് പരിചയപ്പെട്ടതാണ് കുറച്ച് വർഷം മുമ്പ്. കല്യാണം വിളിച്ചാണോ? പിന്നെ കല്യാണം വിളിക്കാതെ വരത്തില്ലല്ലോ. എന്നെ വിളിച്ചില്ല. എന്നെ വിളിച്ചില്ല. ഞാൻ പിന്നെ അവനെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ കല്യാണത്തിന് വരും, വിളിച്ചില്ലെങ്കിലും വരും എന്ന് പറഞ്ഞു. കണ്ടേയില്ല അവിടെ പുള്ളി കണ്ടിട്ടേ ഇല്ല. ഫുഡ് കഴിച്ചിട്ട് സ്ഥലം ആളെ കണ്ടിട്ടില്ല. ഇല്ല, ഞങ്ങൾ വിളിച്ചത് നേരിട്ട് എന്നെ. ഞാൻ പക്ഷെ പറഞ്ഞാ വരുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പെറേറിയാണ് എല്ലാം പ്ലാൻ ചെയ്ത് പോയത്. അവിടെ ഇരിപ്പായിരുന്നു.
പെരേര വിളിച്ചാണ്. ആക്ച്വലി പെരേര എന്ന് പറയുന്നത് ആരായിരുന്നു ഇതില് എന്നെ പോലെ ഒരു സെലിബ്രിറ്റി കളിച്ച റെഡ് സർവാണി ഇട്ടാ റെഡ് ഓക്കെ എന്നിട്ട് അവസാനം ഇറങ്ങി ഓടിപ്പോയ ആള്. അവസാനം പുള്ളിക്കാരൻ ഇറങ്ങി ഒറ്റ ഓട്ടം ഓടി. മനസ്സിലായി മലയാളിയിലെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ആളാണ്. ആണല്ലേ? എവിടെ പഠിച്ചതൊക്കെ അപ്പോ? ഞാൻ തൃശ്ശൂരാണ്, സെറ്റിൽ തൃശ്ശൂരാണ്, ഹോളി ഫാമിലിയിലാണ് പഠിച്ചത്. പിന്നെ അങ്ങനെ കോളേജ് എല്ലാം ഇവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ചെറുപ്പം തൊട്ടേ ഡാൻസിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഡാൻസ് ഫീൽഡിലേക്ക് കടന്നു. പിന്നെ എന്താ പറയാ, അതിന് ശേഷം ഫിറ്റ്നസിലേക്ക് കടന്നു. ഫിറ്റ്നസ് ആകുമ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ച് ഫിറ്റ് ആവുകയും ചെയ്യാം, മറ്റുള്ളവർക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റില് ഫിറ്റ്നസ് എടുത്തു. പൊതുവെ നോർത്ത് ഇന്ത്യൻസ് വളരെ ബിസിനസ് മൈൻഡർ അല്ല. പിന്നെ ഇടയ്ക്കിരുന്ന് ചൊറിയോ കണ്ടോ? അതെന്താ നോർത്ത് ഇന്ത്യൻസ് മാത്രമാണോ മലയാളികൾക്ക് വിശ്വാസമായിട്ട്? നോർത്ത് ഇന്ത്യൻസ് ബിസിനസ് ആയിട്ട് എനിക്ക് തോന്നിയാണ്. ആണ് അവർ ഇവിടെ ബിസിനസ് ചെയ്യാൻ വരുന്നോണ്ട് തോന്നുന്ന. കേരളത്തിൽ അവർ വരുന്നത് ബിസിനസ് ചെയ്യാനല്ലേ, അതുകൊണ്ട് തോന്നുന്നതായിരിക്കും. പക്ഷെ നോർത്ത് ഇന്ത്യ ചെന്നാൽ നമുക്ക് തോന്നുന്നു നമ്മളാ ബിസിനസ്സുകാരെന്ന്. കാരണം നമ്മളവിടെ ബിസിനസ് ചെയ്യാൻ ചെന്നേക്കും. അത് എനിക്ക് തോന്നി. ഞാനിപ്പോ യുഎയിൽ പോയപ്പോ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് ഒരുപാട് അവഗണന ഒന്നുണ്ടോ? അത് ചെറുപ്പം തൊട്ട് ഒരുപാടുണ്ടായി. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് ഈ പറയുന്ന പോലെ കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സുകളും അങ്ങനൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്താ പറയാ, റോട്ടിൽ കൂടെ നടക്കുമ്പോഴാണെങ്കിലും ഒരുപാട് നെഗറ്റീവ് കമന്റ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഈവൻ പ്രൊഫഷണൽ വൈസും ആക്ടർ റോമയെ ഒതുങ്ങി പോകാൻ കാരണം നോർത്ത് ഇന്ത്യൻ അവിടെ വന്നു. അത് റോമ നന്നായിട്ട് അഭിനയിച്ചു വന്നതാണ്. എനിക്ക് ചെറിയ കഷ്ടമുണ്ടായിരുന്നു റോമയോട്. ആക്ട്രസ് ആക്ട്രസ് റോമ അത് പറയാൻ പറ്റത്തില്ല. നാളെ വേണേ ഒരു ക്രഷൊക്കെ അടിച്ചെന്നിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആറാട്ടണ്ണ നിന്നേ വരെ ഈ നടികളെ പറ്റി ഈ ക്രഷ് എന്ന് പറയത്തില്ലേ, അതങ്ങനെ പറയത്തേ ഉള്ളൂ. നേരിട്ട് പരിചയപ്പെട്ട ഒരു മനുഷ്യനോട് മിസ്ബിഹേവ് ചെയ്യാത്ത ഒരേ ഒരാള് ഞാൻ കണ്ടേക്കുന്ന നോക്കത്ത് പോലും ഇല്ല. വല്ലാത്ത രീതിയിൽ ഐ കോണ്ടാക്ട് പോലും പ്രശ്നമില്ലാത്തൊരു മനുഷ്യനാ. പക്ഷെ നല്ല ചീത്തപ്പേരാ. പിന്നെ ഇയാള് നിന്ന് ഈ നടിമാര് വരുമ്പോ ഇയാൾക്ക് ഇവരെ കണ്ട് നടന്മാരെ നടികളെയൊക്കെ കാണുമ്പോ കൈ കൊടുക്കുക, അതൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ്. ആർക്കും ഉപദ്രവം ഇല്ലാത്തൊരു ഇഷ്ടം കൊണ്ട് നടക്കുന്ന ഒരു പാവ മനുഷ്യൻ. അയാൾ അവിടെ ചെന്ന് നിൽക്കുന്നത് ഈ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും, അവരൊന്ന് ഫ്രീ ആവട്ടെ. അപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴല്ലേ കയറാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവരുടെ അടുത്ത് എങ്ങനെ ചെന്ന് ആറട്ടനൊരു ക്ഷയിക്കാൻ കൊടുക്കാൻ പറ്റും? ആറട്ടന് ഇഷ്ടം അതൊക്കെ. എനിക്കറിയാം. ഞാനും ഇങ്ങനെ പറഞ്ഞു, ഫ്രണ്ട്സിനോട് പറഞ്ഞു ആറട്ടണന്റെ കൂടെ ഇന്റർവ്യൂ ആണ്. അപ്പൊ അതിന് പോകുമ്പോ എന്നെ ചോദിച്ചാൽ പുള്ളിക്കാരനെ കുറിച്ച് ഫുൾ അറിയോ? ഞാൻ പറഞ്ഞു പുള്ളിക്കാരനെ കുറിച്ച് ഫുൾ അറിയേണ്ട ആവശ്യം എനിക്കില്ല. ബിക്കോസ് വൈ ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് എന്നോടുള്ള ബിഹേവിയർ എങ്ങനെയാണെന്നാണ്. അല്ലാണ്ട് നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ട് ഒരിക്കലും ഞാൻ ഒരാളെ ഇന്നേ വരെ ലൈഫിൽ ജഡ്ജ് ചെയ്തില്ല. എങ്ങനെയാണ് എന്നോട് തിരിച്ച് ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. സോ എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മുൻധാരണ വെച്ചാണ് എനിക്ക് ഇത്ര ക്യൂരിയോസിറ്റി അന്ന് അവൻ എന്തെങ്കിലും ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ്. ഇന്റർവ്യൂ വരുമ്പോ ഇനി ബാക്കിയുള്ളവർ എന്നെ കുറിച്ചും പറഞ്ഞോളും. നീ ഒരാളെ കാണാൻ പോയിട്ട് മാറ്റാൻ അതിലും വലിയ പറഞ്ഞോണ്ടിരുത്ത് ചെകുത്താൻ എന്ന ഒരു ബ്രീഫ് ഇൻട്രോ എനിക്ക് തന്നു കഴിഞ്ഞു ഓൾറെഡി. ഇയാൾക്കല്ലേ എന്നെ നല്ല ഇമേജാ. എനിക്കത്ര വലിയ ഇമേജ് ഒന്നല്ല പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ ഒതുങ്ങിയിരിക്കുമ്പോ നമുക്ക് എന്താ പറയാ ഒന്നുമില്ല. ലൈക്ക് പുറത്തിറങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാലാൾക്കാർക്ക് നല്ലതും ചീത്തയും പറയാനുള്ളൂ. വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചീത്ത പേരും ഇല്ല, നല്ല പേരും ഇല്ല. അതെ. അല്ല, ഇങ്ങനെ ജീവിച്ച ആള് പെട്ടെന്ന് സോഷ്യൽ സർവീസിലേക്ക് പോകാൻ കാരണം എന്താ? അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സുംബ ഒരുപാട് ഇവന്റ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഇവന്റിന് ഞാൻ പോയപ്പോ ഒരു 1500 ഭിന്നശേഷി കുട്ടികളുണ്ടായിരുന്നു. സോ കുറച്ച് പേരെന്റെ കൂടെ സുംബ ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് വന്നു. അപ്പൊ സ്റ്റേജിൽ വന്നത് വളരെ കാണാൻ ഭംഗിയുള്ള കുട്ടികളും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ലൈക്ക് അവർക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഞാനിങ്ങനെ സ്റ്റെപ്സ് ചെയ്യുമ്പോൾ അവരോട് ഞാൻ പറയുന്നത് ചെയ്യ് ബട്ട് ദേ ആർ നോട്ട് ബോതേർഡ്. അവരിങ്ങനെ ഒരു മൈൻഡില്ലാതെ നിൽക്കുമ്പോൾ ഞാൻ അവരെ കുറച്ചൊരു റൂഡായിട്ടൊന്ന് ബിഹേവ് ചെയ്തു. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു, മോളെ അതിങ്ങനെ അവർക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല എന്ന് പറഞ്ഞപ്പോ എന്താ പറയാ, ആ ഒരു നിമിഷം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊരാളെ ഹേർട്ട് ചെയ്തു. അവർക്ക് പോലും അറിയില്ല അവർക്കത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ബിക്കോസ് അവർക്ക് സംസാരിക്കാൻ അറിയില്ല, കേൾക്കുന്നില്ല. സോ എന്റെ ബിഹേവിയർ എന്താന്ന് പോലും അവർക്കറിയില്ല. ആ ഒരു സിറ്റുവേഷൻ എന്താ പറയാ, അതൊരു ടച്ചിങ്, ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ്. അങ്ങനെയല്ല, ലൈക്ക് എനിക്ക് ശരിക്കും ഞാൻ നിന്ന നിപ്പില് എന്റെ കണ്ണൊക്കെ ഒഴുകായിരുന്നു. എനിക്ക് അത് പറയാൻ പറ്റില്ല. ആ ഒരു ഫീൽ എന്താന്ന് നമുക്ക് അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ ആലോചിച്ചു സംതിങ് ഡിഫറെന്റ് എന്തുകൊണ്ട് ചെയ്തുകൂടെ. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി സുംബ ഒരുപാട് ഇവന്റ്സ് ചെയ്തു. പിന്നെ അതിനുശേഷം പിന്നെയാണ് ഫാഷൻ രംഗത്തേക്ക്. ഞാനും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, എനിക്ക് ഹിയറിംഗ് പ്രോബ്ലമാണ്.
55% വിസിബിലിറ്റി ഉണ്ട്. കേൾക്കത്തില്ല. അതാ ഈ പുള്ളി മൈക്കിന്റെ അടുത്തോട്ട് ഇങ്ങനെ മനസ്സിലായി. വരുന്ന അതാണ് visually handicapped. ക്യാമറ വരുമ്പോ ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ അത് വെച്ച് ട്രോൾ ഉണ്ടാക്കും. പക്ഷെ ശരിക്കും ചെവിക്ക് കേൾവി കുറവുള്ളതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൾക്കാരുടെ വായിലോട്ട് നോക്കിയിരിക്കും ഇങ്ങനെ. ആണോ അങ്ങനെ മനസ്സിലാകത്തുള്ളൂ ഇയാൾക്ക്. താൻ പറയുന്ന വിളിച്ച് എന്ത് Movement ആണ്. മനസ്സിലായി. കോടതി പോയപ്പോ ഞാൻ വിളിച്ചിട്ട് കേട്ടില്ല. കോടതി ചെന്നു ആറാട്ടന്റെ കേസിന്റെ ആവശ്യത്തിന്. അപ്പോ ഇവിടെ ആറാട്ടൻ നിൽക്കുന്നു കൂട്ടില്, ജഡ്ജി മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുന്നു. അവിടുന്ന് ഇവിടുന്ന് ഞങ്ങക്ക് വക്കീലും ഇല്ല. ഞങ്ങള് പബ്ലിക് പ്രോസിക്യൂട്ടറെ കാണാനാ പോയത്. പക്ഷെ വക്കീലില്ലാഞ്ഞുകൊണ്ട് ആറാട്ടനെ തന്നെ പറയേണ്ടി വന്നു. അപ്പൊ പറഞ്ഞു അക്യൂസ്ഡ് ടു പ്രസന്റ്, പിന്നെ വക്കാലത്തിടാനും ഒക്കെ സമയം തരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആറാട്ടൻ ഇവിടെ ഒന്ന് പറഞ്ഞു. അവര് കേട്ടില്ല. അവര് തിരിച്ചു പറയുന്നുണ്ട് ഇവിടെ ഒന്നും കേൾക്കുന്നില്ല, മുന്നോട്ട് വന്ന് ഇവിടെ നിന്ന് പറയാൻ. അപ്പൊ ആറാട്ടൻ പറഞ്ഞു എനിക്ക് ഹിയറിംഗ് പ്രോബ്ലം ഉണ്ട്, എനിക്കൊന്നും കേൾക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവര് പറയുന്നത് ഇയാളെ കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഇയാൾ എന്നെ ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഫ്രണ്ടിൽ പോയി എന്ന് പറയാനെന്ന് പറഞ്ഞപ്പോ ഇയാള് ഫ്രണ്ടിൽ പോയി. പക്ഷെ ഇയാള് ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഈ പുറത്തെ വഴി കൂടെ ചെന്ന ഫ്രണ്ടിലൊരു ഡോറുണ്ട്, അവിടെ നിന്ന് എനിക്ക് കാണാം ഇയാൾ വരുന്നത്. അപ്പൊ ഇയാളോട് ഞാൻ പറയുന്നുണ്ട് നിക്ക് മുന്നോട്ട് പോകരുത്, അതിനപ്പുറത്തോട്ട് പോകരുതെന്ന്. ഇയാള് നേരെ അങ്ങ് ചെന്ന് കയറുക ക്ലർക്കിന്റെ ഇടയിലോട്ടൊക്കെ. അവര് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ. അത്രയെങ്കിലും ഉണ്ട്. അല്ല ഞാൻ പറയാം അങ്ങനെ ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടില് കാര്യം അറിയാതെ ഒരാളെ വെറുതെ അങ്ങ് ഒരു നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടല്ല നമ്മള്. ഈ നാട് മാത്രല്ല, ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയാം. ഇറ്റ്സ് ഹ്യൂമൻ നേച്ചർ. നോട്ട് ഈ നാട്ടിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വെസ്റ്റിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കൾച്ചർഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുടെ കാണത്തില്ല. കാരണം എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഷോസിലായിട്ടാണ് എന്താണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഉണ്ട് ലൈക് സെയിം ക്യാരക്ടേഴ്സ്. പക്ഷെ ഇങ്ങനത്തെ സൈബർ ബുള്ളിങ് സംഭവങ്ങളൊന്നും യൂറോപ്പിലോ യുഎസിലോ ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ആയിട്ടുള്ള മനുഷ്യർക്കിടയിൽ ഇത് നടക്കത്തില്ല. അവര് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് ഇടപെടും. അവര് നോക്കും. ഇപ്പൊ എനിക്ക് ആറാട്ടനെ ആദ്യം കണ്ടപ്പോ ഞാൻ ആറാട്ടനെ ചീത്ത വിളിച്ചു. ഇങ്ങനെ എടുത്തിട്ട് ഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരെ കണ്ടാൽ ഞാൻ ഭയങ്കരമായിട്ട് ചുമ്മാ അങ്ങ് ഇതാക്കും. മോഹൻലാൽ ഫാൻസ് നല്ല ഏത് ഫാനാണല്ലോ. അപ്പൊ ഞാൻ ആദ്യം കണ്ടപ്പോ ഈ പുള്ളിയെ എനിക്ക് തെറ്റിദ്ധരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മനസ്സിലായി പുള്ളി അങ്ങനത്തെ ടൈപ്പ് അല്ല. മനസ്സിലായില്ലേ? മമ്മൂക്ക ഫാനാണ് കേട്ടോ. ഫാനാണ്. അപ്പൊ ആറാട്ടൻ ഔട്ട്. പറയാൻ പറ്റില്ല. ഇനി പോയി ഈ മെത്തേഡ് ആക്ടിങ്ങുമായി ഞാനങ്ങ് വിട്ടുകൊടുത്തു. പേഴ്സണൽ ലൈഫിൽ മമ്മൂക്കായി, പക്ഷെ പ്രൊഫഷണലി ലാലേട്ടനാണ്. അതെ അതെ. പുള്ളിക്കാരിക്ക് മമ്മൂട്ടിയും മോഹൻലാലിനും വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പ്രൊഫഷണലി മോഹൻലാലാണ്, പേഴ്സണലി മമ്മൂട്ടിയാണ്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അത് വേണ്ട എന്താണെന്നറിയോ? നമ്മളിപ്പോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് കൂടുതലും കേരളത്തിലും കൂടെ ആണോ എന്നൊരു സംശയമുണ്ട്. തമിഴ്നാട്ടിൽ ഇത്ര സംഭവിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഈ ഗ്രൂപ്പ് കൂടി ഇരുന്ന് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കിടാന്ന് പറയുമ്പോൾ റിപ്പോർട്ട് അടിക്കുന്ന ആൾക്കാരും കേരളത്തിലേ ഉള്ളൂ. അങ്ങനെ സംഭവം ഉണ്ടറിയോ? എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന. പക്ഷെ ഹിന്ദിയിലോ തമിഴിലോ ഉള്ള മറ്റു ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ നാട്ടിൽ ഇങ്ങനത്തെ മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുവൈറ്റിലായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഞാനിപ്പോ ഓരോരുത്തരോട് ചോദിക്കും ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ, അതായത് ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കാൻ പറയുന്നുണ്ടെന്ന് വെച്ചപ്പോ ആർക്കും ഇല്ല. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഇങ്ങനെ ആൾക്കാരാ ഇവര് പേരൻസ് പറയണില്ല അവർക്ക് ഒരു ബാധ്യത ആ രീതിയിൽ എടുക്കില്ലേ, അങ്ങനെ നടക്കുന്നില്ലേ? അങ്ങനെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് മാത്രല്ല, എല്ലാവരും ഇപ്പൊ പലതരം സിൻഡ്രോംസ് ഉണ്ട്. പലതരം, അതായത് പല ഈ ഭിന്നശേഷി എന്ന് പറയുന്നത് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ റീസെന്റ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ UAE ഒരു ഷോ ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പാരന്റ്സ് എന്നോട് ചോദിച്ചു, മക്കൾ ഒരുപാട് ഇവന്റ്സിൽ വരുന്നുണ്ട്, അതൊക്കെ ഇഷ്ടമാണ് അവർക്ക്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും അവർ അണിയിച്ചൊരുക്കി അവർക്ക് വേദിയിൽ കയറ്റണം ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് അവരെ കാലശേഷം ഇവരുടെ ഫ്യൂച്ചർ എന്ത്, ആ ഒരു അത് ശരിക്കും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. സോ ഞാൻ ആറേഞ്ചൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ആറേഞ്ചൽസ് എന്ന് പറയുന്നത് എന്താ? ഈ ആറെന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എന്ന് പറയുന്നത് റോമാസ് ഏഞ്ചൽസ്. നമ്മള് കുട്ടികളുടെ ആണല്ലോ ചെയ്യുന്നത്, എക്സ്ക്ലൂസീവ്ലി കുട്ടികളുടെയാണ്. വേറെയും ചെയ്യുന്നുണ്ട്, ബട്ട് ഫോക്കസ് ചെയ്യുന്നത് മെയിൻ നമ്മുടെ സ്പെഷ്യൽ കിഡ്സിന്റെയാണ്. സോ ആറേഞ്ചൽ റോമാസ് ഏഞ്ചൽസ് അതൊരു സ്ഥാപനമാണ്. അപ്പോ ഒരുപാട് വർഷമായി ഞാനിപ്പോ ആറേഞ്ചൽസ്
തുടങ്ങിയിട്ട് ഇപ്പോ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എന്തിനാ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇവരുടെ പാരന്റ്സിന്റെ കാലം കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താണ് ഫ്യൂച്ചർ ഉള്ളത്. ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ലൈക്ക് പാരന്റ്സ് മക്കളെ തന്നെ ഇല്ലാതാക്കാണ്. ബിക്കോസ് അവര് പേടിച്ചിട്ട് പെൺകുട്ടികളെ കൊല്ലുകയെ. അതെ അതെ പെൺകുട്ടികളെ കൊന്നു. അതുപോലെ ഇവരുടെ കാറ്റഗറിയിലും ഇവരിലും ഉണ്ട് അത്. അങ്ങനെ ഒരുപാട് ഞാൻ ന്യൂസിലൊക്കെ കണ്ടു. ഭിന്നശേഷിയാണ് അല്ലെങ്കിൽ എല്ലാം അവരുടെ മക്കളല്ലേ. അവർ മെറ്റീരിയലിസ്റ്റ് ചെയ്തുകൊണ്ടല്ലേ. ഭിന്നശേഷി ആണെങ്കിലും നോർമലി ആണെങ്കിലും രണ്ടും അവരുടെ മക്കളല്ലേ. ടേക്ക് കെയർ ചെയ്യാൻ പാടാ, അതിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ നല്ലതാ. അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിപ്പോ ഒരു ഡേ കെയർ പോലെ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? ഞാൻ നമ്മുടെ അവിടെ ഇപ്പൊ എന്റെ തൃശ്ശൂരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ഭിന്നശേഷിക്കാരെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര നല്ലൊരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അവര് ഇവിടെ എഴുതി വെക്ക്, അവർക്കൊരു ഇതുണ്ട്, ഒരു ടാഗ് പോലെ ഉണ്ടാവും. അപ്പോൾ അവര് എല്ലാം ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഇറക്കം ക്യാഷിൽ നിൽക്കുന്നുണ്ട്. സോ അവര് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് എന്താ പറയാ, അവർക്കൊരു ജോബ് പ്ലേസ്മെന്റ് കൊടുക്കാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇപ്പൊ ഒരു ടൈമിൽ അവർ ഉണർന്ന് എഴുന്നേറ്റ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വീട്ടിലുള്ള മക്കൾ തന്നെ ഇപ്പൊ നല്ല പോലെ എന്താ പറയാ, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നല്ല ഫേംസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ട് അവർക്ക് ഒരു പ്ലേസ്മെന്റ് കൊടുക്കാന്നുള്ള രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട്. സോ അപ്പൊ അവർക്ക് വലിയൊരു ഇൻകം എന്നല്ല, എന്നാലും ചെറിയതാണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാനൊരു. പിന്നെ വീഡിയോ സെറിബ്രൽ പാൽസി അടിച്ച ഒരു കുട്ടി, ഒരു പയ്യാള് സിനിമ എടുത്തത് എനിക്കാളെ അറിയാൻ പരിചയമുള്ള സിനിമയുടെ പേര് 24 കളോ എനിക്ക് അയച്ചിട്ടുണ്ടേ. അങ്ങനെ ഫിലിം വന്നിട്ടുണ്ട്. എനിക്ക് അതുപോലെ കുട്ടികളുടെ ചെയ്യുമ്പോൾ തന്നെ 1-2 ഡയറക്ടേഴ്സ് വിളിച്ചിരുന്നു കുട്ടികളെ അഭിനയിപ്പിക്കാനായിട്ട്. അങ്ങനെ കുറച്ചു പേർക്കൊക്കെ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. ഒരുപാട് കഴിവുണ്ട് കേട്ടോ, ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. ആക്ച്വലി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോക ഭിന്നശേഷി ദിനാണ്. ഡിസംബർ 3. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതെ, ആക്ച്വലി ഒരു കോയിൻസിഡൻസ്. അതെ.